ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജോണറിലാണ് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ജോണറിലെ ഒരു സിനിമ ഞാൻ ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ ഡയറക്ടറാണെങ്കിലും ഇതിൽ അഭിനേതാക്കൾ ഒരുപാട് പേരാണെങ്കിലും ഇതിൻ്റെ ക്യാമറമാനാണെങ്കിലും അങ്ങനെ ഒത്തിരി ആൾക്കാർ പുതിയ ആൾക്കാരാണ്. കുറേ പേരുടെ ആദ്യത്തെ സിനിമയാണ്. അങ്ങനത്തെ ഒരു ഹിസ്റ്ററിൻ്റെ കൂടെ അതിൻ്റെ ഭാഗമാക്കാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷമാണ്. അതിൻ്റെ സോങ്സ് ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ല, അങ്ങനൊരു വലിയ ചലഞ്ചസ് ഒന്നും ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് വളരെ കൃത്യമായിട്ട് തന്നെ ആ ക്യാരക്ടർ സ്ക്രിപ്റ്റ് വളരെ നന്നായിട്ട് ജനം എന്ന് പറയുന്ന സിനിമ സ്കൂട്ടിൽ തന്നെ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ഫിലിം എന്ന് പറഞ്ഞാൽ ഇതൊരു ഫാമിലി പോലെയാണ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിലേക്ക് വിളിക്കുമ്പോൾ ഇത് ആരോട് ആദ്യം ഷോർട്ട് ഫിലിം ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു ഷോർട്ട് ഫിലിം പിന്നെ സോങ് സാറെ കണ്ടിട്ട് ഇതൊരു സിനിമയാക്കി മാറ്റാൻ മലയാള സിനിമയാക്കി മാറ്റാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ത്രെഡാണ്. അപ്പോൾ ഞാൻ ദുബായിലുള്ളപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഷോർട്ട് ഫിലിം കണ്ടിരുന്നു. പിന്നെ അതിനെ പൂർണ്ണമായിട്ട് കേട്ടു. അതിൻ്റേതായിട്ടുള്ള മനോഹരമായ പാട്ടുകളാണ് ചിത്രപ്പെടുത്തി വെച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ സോങ്സാണ് ഇങ്ങനെ കുറേ അധികം പുതിയ ആൾക്കാരെ ലോഞ്ച് ചെയ്യുമ്പോൾ സിനിമയിലൂടെ കുറേയധികം ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെ ഒരു ചിത്രത്തിലൂടെ പ്രേമിയ ഒരു ചിത്രത്തിൻ്റെ ഭാഗമാണ്. ഇപ്പം എനിക്ക് ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമായി, ഒരു ടീം ഭയങ്കര ഇഷ്ടമായി. അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും ജനങ്ങളിലേക്ക് എത്തണം, ജനങ്ങൾക്ക് ഇഷ്ടമാവണം, ജനങ്ങൾ കാണണം. ഒരുപാട് സിനിമകൾ വരുന്നു. തീർച്ചയായിട്ടും ഈ ഒരു ജോണറ് ആൾക്കാർക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തണം, ഈ സിനിമ കാണണം. ഒരു കൂട്ടം ഒരുപാട് പുതിയ ആൾക്കാർ വരുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള വളരെ ഒരു സപ്പോർട്ട് ഉണ്ടാവും ഈ സിനിമ. ഇതൊരു ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ഈ ഒരു ജോണർ. അപ്പോൾ ആ ഒരു ജോണർ ഇഷ്ടപ്പെടുന്ന ഫാമിലിയോട് കുട്ടികളോടൊപ്പം നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിനിമ തന്നെയാണിത്. അത് എനിക്ക് കഥ കേട്ടപ്പോഴും എനിക്ക് ആ ടീം, ഞാൻ പറഞ്ഞത് എനിക്ക് ഏരിയസ് ഗ്രൂപ്പുമായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പോൾ അവരത് പറയുമ്പോഴും എനിക്ക് ആ ടീമാണെങ്കിലും ആ കഥയാണെങ്കിലും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിതുവരെ ചെയ്യാത്ത തരത്തിലുള്ള കഥാപാത്രം ഞാൻ ചെയ്യാത്തൊരു ജോണറായിരുന്നു. തീർച്ചയായിട്ടും പിന്നെ ഇങ്ങനത്തെ ഒരു ടീമിൻ്റെ ഭാഗമാകാമെന്നുള്ളത് വളരെയധികം എനിക്ക് സന്തോഷം നൽകിയ ഒരു കാര്യമായിരുന്നു. ഈ ചിത്രത്തിന് വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ഒരു വലിയ പ്രിപ്പറേഷൻ ഇല്ല. ആ ക്യാരക്ടറിനനുസരിച്ചിട്ട് ലുക്സ് നമ്മൾ ചേഞ്ച് ചെയ്തു. ആ ക്യാരക്ടറിന് ഇതുവരെ ഇപ്പോൾ കുറേ നാളായിട്ട് തന്നെ കാണാത്ത രീതിയിലുള്ളൊരു ലുക്സ് ആയാൽ കുറച്ചുകൂടി നല്ലതായിരുന്നു എന്ന് തോന്നിയിട്ട് അപ്പോഴേ അതിന് വേണ്ടിയിട്ട് വലിയ പ്രിപ്പറേഷനൊന്നും ഉണ്ടായിരുന്നില്ല. സന്തോഷം, കാരണം നമ്മുടെ ഓരോ സിനിമകളും റിലീസ് ആകുമ്പോഴും തീർച്ചയായിട്ടും സന്തോഷമാണ്. അപ്പോൾ എല്ലാ സിനിമകളും തിയേറ്ററിൽ വലിയ വിജയമാവണമെന്ന് തന്നെയാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ കർണികയും പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സിനിമയായി മാറുന്നതാണ് ഞാനും ഇതിൻ്റെ ഈ ഒരു സിനിമയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. താങ്ക് യു സോ മച്ച്. ഒരു 6 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് ഈ ചാരിറ്റി മൂവി കൺസെപ്റ്റ്.
അത് നമ്മൾ ചാരിറ്റിയിലേക്ക് കൊടുക്കുന്ന പണം ഡയറക്റ്റ് കൊടുക്കാതെ ഒരു സിനിമ നിർമ്മിക്കുക, ആ തുക ഉപയോഗിച്ചിട്ട് അതിലൂടെ കുറേ യങ് ടാലൻസിനെ ലോഞ്ച് ചെയ്യുക, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ചാരിറ്റിയിലേക്ക് പോവുക. ഒന്ന് റീറൂട്ട് ചെയ്ത് കൊടുക്കും. അത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. കാര്യം ഒരുപാട് കലാകാരന്മാർക്ക് നമുക്കിത് വഴി ലോഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ഞങ്ങൾ എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്, ഒരു മുടക്കം കൂടാതെ ചെയ്യുന്നുണ്ട്. അതിലൂടെ ഒരുപാട് സന്തോഷം എനിക്ക് കിട്ടുന്നുണ്ട്. കാര്യം ഈ വളർന്നു വരുന്ന ആൾക്കാരെ കൈപിടിച്ച് കയറ്റാനായിട്ട് മറ്റൊരു വേദി ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇല്ല എന്നുള്ളതാണ് സിനിമാ വേദിയിൽ. ഞാനൊക്കെ ഇത് അനുഭവിച്ചിട്ടുള്ളതാണ്. അത് ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. നല്ല കഴിവുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കുക. അടുത്തൊരു പ്രോജക്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഭാഗം. സമയത്ത് ഞങ്ങൾ ഈ ചാരിറ്റി മൂവിൽ നിന്നുള്ള വരുമാനം പോകുന്നത് വയനാട്ടിൽ പ്രകൃതി ദുരന്തത്തിൽ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, അതിൽ പ്രത്യേകിച്ച് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളുടെ എല്ലാ ഉത്തരവാദിത്തവും ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും കൂടുതൽ പണം വന്നാൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതിലേക്കായിരിക്കും ഈ തുക.